കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ ഈ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് മീറ്റിങ്ങിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുവൈറ്റിലുള്ള ദൈവമക്കൾ, വിശേഷാൽ സഹോദരിമാർ, കർത്താവിന് വേണ്ടി നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ നിറഞ്ഞ ഹൃദയത്തോടെ ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് എനിക്കും വളരെ വളരെ അനുഗ്രഹമായിരുന്നു. ഇതുവരെ ഇവിടെ നടന്ന എല്ലാ പ്രോഗ്രാമിനകത്തും ഒരു പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം വളരെ വ്യക്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്കും അങ്ങനെയായിരുന്നുവെന്ന് സ്തോത്രം പറയാതെ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. കൈകൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞു. ബഹുമാന്യനായ സണ്ണി അലക്സാണ്ടർ പാസ്റ്റർ വളരെ പക്വതയോടും മാന്യതയോടും കൂടെ ഈ ക്രിസ്തീയ ശുശ്രൂഷയിൽ വർഷങ്ങളായി നിലകൊള്ളുന്ന മാന്യനായ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് അനുഗ്രഹീതരായ പാസ്റ്റേഴ്സ്, എൽഡേഴ്സ്, നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വസ്തയോടും മാന്യതയോടും കൂടെ ഈ ക്രിസ്തീയ ശുശ്രൂഷ നിർവഹിക്കുന്ന ദൈവദാസന്മാർ നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളവരെ ഓർത്ത് നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ കേട്ട കൊച്ചു പ്രബോധനങ്ങൾ, സാക്ഷ്യങ്ങൾ എല്ലാം ഒന്നിനൊന്ന് അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഗസ്റ്റ് പ്രീച്ചറുടെ ആവശ്യം തന്നെ ഈ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന് ഇപ്പോൾ ഇല്ല. അത്ര സമ്പന്നരായ പ്രബുദ്ധരായ സഹോദരിമാർ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ രംഗത്ത് വെളിയിലൊക്കെ അറിയപ്പെടേണ്ട സമയമായിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഒരുപാട് വേക്കൻസി ഉണ്ടൊക്കെ ഇന്ത്യയിൽ. എന്താ പറഞ്ഞെന്ന് വിശദീകരിക്കാം. ഒരു പ്രോഗ്രാം വരുമ്പം ഫോൺ ചെയ്ത് ചോദിക്കും, സഹോദരിമാരുടെ ഇടയിൽ നിന്ന് പ്രസംഗിക്കാൻ ആരെങ്കിലും ഒരാളുടെ പേര് നിർദ്ദേശിക്കാവോ? ആകെ ആരോ 1-2 പേരുണ്ട്. എന്നാൽ സഹോദരന്മാരുടെ ഇടയിൽ ഇഷ്ടംപോലെ ആളുണ്ട്. സഹോദരിമാരുടെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം, ഫീമെയിൽ വോയിസ് വേണം എന്ന് പറഞ്ഞാൽ ഒരുപാടില്ല കേട്ടോ, ഒരുപാടില്ല. അപ്പം നിങ്ങളുടെയൊക്കെ പലരുടെയും പേര് പറയാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ടിക്കറ്റ് അവർ തരുമെന്ന് തോന്നുന്നില്ല. അതാണ് പ്രശ്നം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് എത്രയോ സുന്ദരമാണ്, എത്രയോ ശ്രേഷ്ഠമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ മാന്യ സഹോദരി സംസാരിച്ച കൂട്ടത്തിൽ മറിയയുടെ കാര്യം ടച്ച് ചെയ്തല്ലോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് കർത്താവിൻ്റെ അമ്മ മറിയ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിയിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ വചനധ്യാനം നമുക്ക് നടത്താം. ഞാൻ ഒരു 10 കാര്യം മേരിയിൽ നിന്ന് ഇന്ന് നിങ്ങളോട് പങ്കിടാം. ഒന്നാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26, 27, 28 വാക്യം ഒന്നവർക്ക് വായിക്കാമോ? ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന
കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. മതി. അവൾ ഭ്രമിച്ചു എന്ന വാക്ക് ശ്രദ്ധിക്കുക. അതിൽ നിന്നും ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാം. അവൾ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു. പാരമ്പര്യ ക്രിസ്തീയ മതക്കാർ പറയുന്നത് പോലെ ഇവൾ ഒരു ദിവ്യത്വമുള്ള വനിത ആയിരുന്നു എങ്കിൽ ഈ ദൂതന്റെ സന്ദർശനത്താൽ ഭ്രമിക്കേണ്ട കാര്യം ഇല്ല. ഇങ്ങനെയൊരു ദൈവശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടി തെറിക്കേണ്ട കാര്യം ഇല്ല. ഇവൾ നിങ്ങളിൽ ഒരാളെ പോലെ ഒരു പാവപ്പെട്ട സഹോദരിയായിരുന്നു, സാധാരണക്കാരി, ഓർഡിനറി. അവളുടെ സാമ്പത്തിക നില ബൈബിൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. മീഡിയം ഫാമിലി എന്നല്ല, അതിലും താഴെയായിരുന്നു. സാമ്പത്തികമായി ഏറ്റവും സാധാരണക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരി ആയിരുന്നു. അപ്പോൾ അത് തന്നെ മനുഷ്യനെ മനസ്സിടിക്കുന്ന ഒരു കാര്യമാണ്. ഒരു അപകർഷതാബോധം ഉണ്ടാക്കും. സാമ്പത്തികമായി തീരെ താഴെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരുമ്പോൾ പല കാര്യങ്ങൾക്കും കൊതിയുണ്ടാവും, പല കാര്യങ്ങൾക്കും ആഗ്രഹിക്കുന്ന പോലെ സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെ ഒരു കോംപ്ലക്സ് എപ്പോഴും ജീവിതത്തിൽ രൂപപ്പെടും. അപ്പൊ ആ ഒരു ഇടുക്കം, ആ ഒരു ബലഹീനത, ആ ഒരു അപര്യാപ്തത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി. ഇന്ന് ലോകത്തിൽ എവിടെ ചെന്നാലും മേരിയെ ആരാധിക്കുന്നവരുണ്ട്. മേരിയുടെ പേരിൽ ദേവാലയങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് ആരാധനയും അംഗീകാരവും ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഉണ്ട്. അതെല്ലാം തെറ്റാണെന്ന് നമുക്കറിയാം. എന്നാൽ മേരി തെറ്റൊന്നും ചെയ്തിട്ടില്ല. മേരിയുടെ ഒരു പടം പോലും കണ്ടിട്ടില്ല. മേരിയുടെ ഒരു പള്ളി പോലും കണ്ടിട്ടില്ല. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വിട്ടേരെ. അല്ലാതെ പറയുകയാണെങ്കിൽ ഇതൊന്നും പാവം പുള്ളിക്കാരത്തി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ അതെല്ലാം ഇടിച്ചു നിരത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിഞ്ഞാൽ അതിനെല്ലാം തട്ടി തകർത്ത് കളയും. അവളൊരു പാവപ്പെട്ട സാധാരണ സഹോദരിയായിരുന്നു. എന്തിനാണ് ഈ ഒന്നാമത്തെ ചിന്ത നമുക്ക് തരുന്ന ദൂതെന്താണ്? അങ്ങനെയെങ്കിൽ ബൈബിൾ ചിലർക്ക് വേണ്ടി മാത്രം ഒരു അനുഗ്രഹവും വെച്ചിട്ടില്ല. വിശദീകരിക്കാം. വേദപുസ്തകം പഠിക്കുന്ന കാലത്ത് എന്നെ പോലെയുള്ള പലർക്കും ആരംഭകാലങ്ങളിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല. അത് ഏലിയാവിന് പറ്റും, അത് പൗലോസിന് പറ്റും, അത് മേരിക്ക് പറ്റും, അത് അബ്രഹാമിന് പറ്റും, എനിക്ക് പറ്റുകയില്ല. ബൈബിളിലെ ഏറ്റവും മല്ലനായ കഥാപാത്രം ഏലിയാവാണ്. ആ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും കഴിയും എന്ന് പറയാൻ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കഴിയണം. ഇതിനകത്ത് ഏത് കഥാപാത്രത്തെ കുറിച്ച് വായിക്കുമ്പോഴും ഏത് ദൈവജനം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സ് പറയണം, എനിക്കും കഴിയും. ചിലർക്ക് വേണ്ടി മാത്രം ഒരനുഗ്രഹവും ബൈബിളിൽ വെച്ചിട്ടില്ല. ബൈബിളിലെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും പ്രാപിക്കാവുന്നതാണ്. അതിനുള്ള ദാഹവും അതിനുള്ള സമർപ്പണവും ഉണ്ടെങ്കിൽ എനിക്കും കഴിയും. മേരി നമ്മോട് രാവിലെ പറയുന്നു, നിങ്ങൾക്കും സാധിക്കും. മേരിയോട് നമുക്ക് ചോദിക്കാം, നീ സാധാരണക്കാരിയാണെങ്കിൽ ഞങ്ങൾ നിന്നെ സാധാരണക്കാരിയായിട്ടല്ല കാണുന്നത്, ലോകം നിന്നെ സാധാരണക്കാരിയായിട്ടല്ല കാണുന്നത്. അതിന്റെ രഹസ്യം ഒന്ന് പറയാവോ? പറയാം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. വാക്യം 28. മതി. കൃപ അതാണ് എന്നെ വ്യത്യസ്തയാക്കിയത്.
നിനക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ സഹോദരി? നിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയാമോ? അപ്പോൾ അവൾ പറയും, ഞാൻ 40 ദിവസം വീതം 4 പ്രാവശ്യം ഉപവസിച്ചതാണ് എന്ന് പറയത്തില്ല. അവൾ പറയും, എന്റെ വിജയത്തിന്റെ രഹസ്യം കൃപ. എന്റെ വിജയത്തിന്റെ രഹസ്യം കൃപ. എന്നെ ഞാനാക്കിയത് കൃപ. ജീസസ്. എന്നെ നിർത്തിയത് കൃപ. എന്നെ ഈ ശുശ്രൂഷയിലാക്കിയത് കൃപ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിൽക്കുന്നത് കൃപ. പാട്ട് പാടുന്നത് കൃപ. ശബ്ദം തൊണ്ടെന്ന് പുറത്തേക്ക് വരുന്നത് കൃപ. ഹല്ലേലൂയ. മേരിയോട് ചോദിക്കുക, എന്തെങ്കിലും നീ അതിനകത്ത് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. മുഴുവൻ കൃപയാണ്, മുഴുവൻ കൃപയാണ്. ഇന്ന് കേരളത്തില് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് കൃപ. ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക കൃപ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ പിന്നെ പോകേണ്ടി വന്നു. ഏതെങ്കിലും ഒരു വിഷയത്തെ വല്ലാതെ ഊതി വെറുപ്പിച്ച് ബാലൻസ് തെറ്റിച്ച് പഠിപ്പിക്കുന്ന രീതി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കൃപയാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്നാ ചെയ്താലും കുഴപ്പമില്ലെന്നൊരു കൂട്ടർ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് യഥാർത്ഥമായ വേദപുസ്തകം പഠിപ്പിക്കൽ എന്താന്ന് പിന്നീട് ഒരു CD ഞങ്ങൾ ഇറക്കി. പേര് സന്തുലിത ക്രിസ്തീയ ജീവിതം, ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ്. അത് നിങ്ങൾക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. ഇവിടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഏതായാലും നാട്ടിലതൊരു വലിയ ചർച്ചയായിപ്പോയി, വലിയ വിഷയമായിപ്പോയി. ഞങ്ങൾ പെന്തക്കോസ്തുകാരല്ല, ഞങ്ങൾ കൃപയുടെ സുവിശേഷകർ എന്നൊക്കെ വലിയ പരസ്യം വാൾപോസ്റ്റൊക്കെ എഴുതി ഒട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ജനമാകെ കൺഫ്യൂസ്ഡായി. അപ്പൊ പിന്നെ അതെന്താന്ന് ഒരു വിശദീകരണം പല ദൈവദാസന്മാർ അതിനുവേണ്ടി പിന്നീട് ക്ലാസ് ഒക്കെ എടുക്കുകയുണ്ടായി. രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. കൃപ ഒട്ടും ചെറിയ കാര്യമല്ല. കൃപ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. കൃപയല്ലാതെ എന്താ ഉള്ളേ? വീണ്ടും ജനനത്തെ കുറിച്ച് പഠിച്ചാൽ അതിന്റെ പുറകിൽ നമ്മുടെ പങ്ക് എന്തോ. ഞാൻ അതിനുവേണ്ടി ആ ഭാഗം ധ്യാനിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി. എഫേസ്യർ 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരും നമ്മെ ഉയർപ്പിച്ചു. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം. ഉയർപ്പിക്കുന്ന കാര്യത്തിൽ ഉയർക്കുന്നയാളുടെ പങ്കെന്തുവാ? ഉയർപ്പിക്കുന്ന കാര്യത്തിൽ ഉയർക്കുന്നയാളുടെ പങ്കെന്തുവാ? ഒന്നുമില്ല. കിഴക്കോട്ട് തിരിഞ്ഞ് കിടക്കണം, വടക്കോട്ട് തിരിഞ്ഞ് ഒന്നുമില്ല. ശവത്തിന് അതിനകത്തൊന്നും പങ്കെടുക്കാൻ ഒക്കുകയല്ലോ. ഉയർത്ത് കഴിഞ്ഞല്ലേ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പങ്കെന്ന് പറയുന്നത് ഒന്നുമില്ല, ദൈവത്തിന്റെ കരുണയാണ്. എന്നാൽ കൃപയിൽ വന്ന ശേഷം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവകൃപ വ്യർത്ഥമാക്കരുത്. മേരി, നിന്റെ വിജയത്തിന്റെ രഹസ്യം എന്താ? എന്റെ വിജയത്തിന്റെ രഹസ്യം കൃപയാണ്. അപ്പൊ വീണ്ടും ചോദിക്കാം, ആ കൃപ നിനക്ക് ലഭിക്കാൻ എന്നാ കാരണം? അപ്പൊ അവള് പറയും, എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് കൃപയാകത്തില്ല. കൃപ ലഭിക്കാൻ കാരണം ഉണ്ടെങ്കിൽ അത് കൃപയല്ല. കാരണം അർഹതയില്ലാത്ത ദാനമാണ് കൃപ. നിനക്ക് കൃപ ലഭിക്കാൻ എന്നാ കാരണം? നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? അതിനൊരു കാരണം ഉണ്ടെങ്കിൽ അത് പിന്നെ എന്തല്ല? കൃപയല്ല. അപ്പൊ ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ യോഗ്യത. പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ യോഗ്യത. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവളെ കുറിച്ച് നാം ധ്യാനിക്കുന്ന രണ്ടാമത്തെ കാര്യം, അവൾ കൃപ ലഭിച്ചവളാണ്. മൂന്നാമത്തെ കാര്യം, അവൾ നന്നായി ശ്രദ്ധിക്കുന്നവളാണ്, ആക്റ്റീവ് ലിസണറാണ്. അത് ഈ ഭാഗം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം. 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 37 വരെ വായിച്ചു വരുമ്പോൾ ദൂതൻ അവളോട് കുറെ കാര്യം പറഞ്ഞു. ഉടനെ കണ്ണടച്ച് കയ്യും കൊട്ടി സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാൽ അതൊരു ഉണർവാണെങ്കിലും കാര്യം ഗ്രഹിക്കാൻ പറ്റുകയില്ല. സ്തോത്രം ചെയ്യണം, കൈകൊട്ടണം, എന്ന കാര്യം ഗ്രഹിക്കുകയും ചെയ്യണം. സ്തോത്രം ഒന്നും ഗ്രഹിക്കാതെ കൈകൊട്ടുന്ന ആളുകളായി നമ്മൾ തീരരുത്. കാര്യങ്ങളെ ഗ്രഹിക്കണം. അവൾ നന്നായി ഗ്രഹിച്ചു. കാരണം ദൂതനാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞതിനകത്ത് ഒരു പെശകുണ്ട്.
നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ദൂതൻ പറഞ്ഞത്. സെക്കരിയാവിനോടും എലിസബത്തിനോടും പറഞ്ഞത് നടക്കാൻ പാടില്ലാത്ത കാര്യമല്ല, നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ മേരിയോട് പറഞ്ഞത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതാ അവിടുത്തെ പ്രശ്നം. അങ്ങനെ ഒരു കാര്യം നടന്നാൽ അവൾ സഭയ്ക്ക് പുറത്താ, അവൾ ദൈവരാജ്യത്തിന് പുറത്താ. നിയമവിരുദ്ധമായ കാര്യമാണ് ദൂതൻ പറഞ്ഞത്. ആര് പറഞ്ഞാലും നിരക്കാത്ത കാര്യം പറഞ്ഞാൽ സംശയം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത് വലിയ പാസ്റ്റർ പറഞ്ഞാലും ചെറിയ പാസ്റ്റർ പറഞ്ഞാലും വേദപുസ്തകത്തിന് നിരക്കാത്ത കാര്യം പറഞ്ഞാൽ വിനയത്തോടും സൗമ്യതയോടും കൂടെ അതൊന്ന് വിശദീകരിച്ചു തരണം എന്ന് പറയാനുള്ള അവകാശവും കൂടെ നമുക്കുണ്ട്. എല്ലാത്തിനും ആമേൻ പറഞ്ഞ് കയ്യും കൊട്ടി യോഗം നല്ലതാണെന്ന് പറയുന്ന ആളുകളല്ല യഥാർത്ഥ പെന്തക്കോസ്തുകാര്. വചനത്തിലുള്ളത് തന്നെയോ എന്ന് ശോധന ചെയ്യുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. ഈ സ്ത്രീയെ ഞാൻ അഭിനന്ദിക്കുന്നു. തീർന്നപ്പോ ചോദിച്ചു, അതെങ്ങനെയാ സംഭവിക്കുന്നത്? അതേ ചോദ്യം സെക്കരിയാവ് ചോദിച്ചു, അടി മേടിച്ചു. അറിയാമായിരിക്കുമല്ലോ, അടുത്ത പേജിലുണ്ട്. അതേ ചോദ്യം സെക്കരിയാവ് ചോദിച്ചു, 9 മാസം ശിക്ഷ മേടിച്ചു, തടവി കിടന്നു. എന്നാൽ മേരി ചോദിച്ച ആ ചോദ്യമല്ല, ചോദ്യത്തിന്റെ അർത്ഥം അതൊരു തിയോളജിക്കൽ ക്വസ്റ്റ്യൻ. അങ്ങനെ പാടില്ലല്ലോ, അതെങ്ങനെ സംഭവിക്കും? അപ്പോൾ പറഞ്ഞത് കേട്ടതുകൊണ്ടല്ലേ ചോദ്യം ചോദിക്കാൻ പറ്റിയത്. കേട്ടില്ലെങ്കിൽ ചോദ്യമില്ല, ഒരു ചോദ്യമില്ല. കാരണം എന്നാ, ഒന്നും കേട്ടില്ല. അതുകൊണ്ട് കേട്ടാൽ ചോദ്യം ഉണ്ടാവും. അതെ, കേൾക്കണം. നന്നായിട്ട് കേൾക്കുന്നവളായിരുന്നു മേരി. മേരിക്കൊരു ഗുണമുള്ളത്, അവൾ നന്നായി കേൾക്കുന്നവളായിരുന്നു. 4-മത്തെ കാര്യം, അവൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഥവാ ആത്മാവിന്റെ നിറവ് അനുഭവിച്ചവളാണ്. അതിവിടെ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കും. അതായത് നടക്കാത്ത കാര്യം നടക്കും അഭിഷേകം പ്രാപിക്കുമ്പോൾ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് അതിന്റെ ദൂത്. അതിന്റെ മെസ്സേജ് ഇതാണ്, എന്നെ കൊണ്ട് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വിഷമിക്കുമ്പോൾ ഒരാത്മനിറവിന്റെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് സംഭവിക്കും. എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് ഓർത്ത് വിഷമിക്കുന്ന വിഷയത്തിന് ഒറ്റ മരുന്നേ ഉള്ളൂ, കർത്താവേ ആത്മാവിനെ പകരണമേ. നമുക്ക് നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പരിശുദ്ധാത്മാവാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം അഭിഷേകമാണ്. നമ്മുടെ എല്ലാ മുറിവുകളെയും ഉണക്കുന്നത് അഭിഷേകമാണ്. നമ്മുടെ എല്ലാ പൂട്ടുകളെയും തുറക്കുന്നത് അഭിഷേകമാണ്. നമ്മുടെ എല്ലാ ഇല്ലായ്മകളെയും പരിഹരിക്കുന്നത് അഭിഷേകമാണ്. ബലഹീനനെ ബലവാനാക്കുന്നത്, അപ്രാപ്തനെ പ്രാപ്തനാക്കുന്നത്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത്, ജയിലിന്റെ പൂട്ടുകളെ അഴിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവൾ ആത്മനിറവിന്റെ അനുഭവമുള്ളവളായിരുന്നു. ഇത് അവൾക്ക് മാത്രമുള്ളതല്ലെന്ന് നമുക്കറിയാം. പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഇത് മേരിക്കിടെ കുത്തകയല്ല, എനിക്കും നിങ്ങൾക്കും പ്രാപിക്കാം, എന്നും പ്രാപിക്കാം, ഇന്ന് പ്രാപിക്കാം, കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് പ്രാപിക്കാം, ഒറ്റയ്ക്ക് പ്രാപിക്കാം. ജീവിതത്തിന്റെ ഇരുട്ടുള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ അഭിഷേകം ആവർത്തിക്കാം. 5-മത്തെ കാര്യം, വാക്യം 38, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ജോസഫിനോട് ഒരു മിസ് കോളെങ്കിലും കൊടുത്തേച്ചായിരുന്നു അങ്ങനെ പറയേണ്ടത്. സ്വതന്ത്രം. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക, നമ്പരൊക്കെ കൈമാറുമല്ലോ ഈ കാലത്ത്. എൻഗേജ്മെന്റ് കഴിയും. ഇപ്പൊ ജസ്റ്റ് ഒരു മിസ് കോൾ ഇട്ടിട്ട് ഇത് പറയേണ്ടതായിരുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക്. ദൈവിക ഇടപെടലിന്റെ മുമ്പിൽ എട്ടം വലം നോക്കാതെ, മേല് കീഴ് നോക്കാതെ സമർപ്പിക്കുന്നവര് അനുഗ്രഹിക്കപ്പെടും. ദൈവിക ഇടപെടലിന്റെ മുമ്പിൽ അപ്പുറം ഇപ്പുറം നോക്കാതെ
തീരുമാനമെടുത്തവർ അനുഗ്രഹിക്കപ്പെടും. ജീസസ്, സംശയിക്കേണ്ട. അത് ഇന്നും എന്നും അങ്ങനെയാ. അത് വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയാണെങ്കിലും, ആമേൻ ആമേൻ, വിവാഹത്തിന് വേണ്ടിയുള്ള സമർപ്പണമാണെങ്കിലും, ദൈവിക ഇടപെടലിന് മുമ്പിൽ ദൈവം എന്നോട് ഇടപെട്ടു എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ഒരു സ്റ്റെപ്പ് വെച്ചോ, ബാക്കി ദൈവം നോക്കും. ജീസസ്, അങ്ങനെയുള്ള അനുഭവമുള്ള എത്ര പേര് പിടിയിൽപ്പെടുന്നറിയാവോ? ദൈവം ഇടപെട്ടപ്പോൾ പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ കാലെടുത്തു വെച്ചു. എത്ര വഴികൾ ദൈവം തുറന്നു. ഇന്നും പകലിലും അവർ തുറക്കും. ജീസസ്, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വഴിയൊരുക്കും അവനാഴികളിൽ വലക്കൈ പിടിച്ചവൻ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആമേൻ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കാ കരുതൂ അവൻ നല്ല ഓഹരി കഷ്ടങ്ങളിൽ. ഹല്ലേലൂയ. ആറാമത്തെ കാര്യം, അവൾ ഒരു നല്ല കൂട്ടായ്മ കണ്ടെത്തി. വാക്യം 36 ഒന്ന് വായിച്ചാൽ ഉറക്കെ. മതി. ഇനി 39 വായിച്ചോ. ആ നാടുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്കറിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയാം. മാലാഹ ദൂത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നിനക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ നിന്റെ ഒരു കസിൻ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തെ ഇത് കണ്ടാൽ മതി. നമ്മളിപ്പോ ഈ സെക്കൻഡ് ഒപ്പീനിയന്റെ കാലമാണല്ലോ. ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ഒപ്പീനിയൻ കൊണ്ട് എടുക്കത്തില്ലല്ലോ. പാവപ്പെട്ട മനുഷ്യനല്ലേ, ഒരു പെങ്കൊച്ചല്ലേന്ന് ഓർത്ത് ദൈവം പറഞ്ഞ്, ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നിന്റെ കസിൻ ഉണ്ടല്ലോ, ഇതുപോലെയുള്ള ഒരു അനുഭവത്തിലൂടെ പോയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തു, നിന്റെ വിശ്വാസം ഡബിളാകും. ഈ വല്ലവരുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, കറണ്ട് ഉള്ളവന്റെ കൂടെ പോകണം. പൊളിറ്റീഷ്യനാണെ അതിന് പറ്റുള്ളവരുടെ കൂടെ കൂടണം, സ്വർഗത്തിൽ പോരാണെ അതിന് പറ്റുള്ളവരുടെ കൂടെ കൂടണം. കാണുമ്പോ അറിയാതെ, മലയാളത്തിൽ പറഞ്ഞ പോത്ത് ചെന്നാ പോത്തിന്റെ കൂടെ കൂടും. പൊളിറ്റിക്സ് കളിക്കാനുള്ളവർ എവിടെ പോയാലും അതിന് പറ്റിയവരെ കണ്ടുപിടിക്കും. ആത്മീകനോ എനിക്ക് ആത്മീക വർത്തനയ്ക്ക് പറ്റിയ ഒരു കൂട്ടം എനിക്ക് വേണം.
എനിക്കതാ വേണ്ട, എനിക്ക് വേറെ ഒന്നും വേണ്ട. 5 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന ഒരു കൂട്ടുകാരൻ മതി എനിക്ക്. ഹല്ലേലൂയ. നാടൻ ഭാഷ പറയുക, കൂട്ടുകൂടുന്നെങ്കിൽ ആത്മീയ വർധനയുള്ളവരോട് കൂട്ടുകൂടും. സ്വോത്രം. ചില മീറ്റിങ്ങിന് പോയാലുണ്ടല്ലോ നമ്മൾ കൂടെ കിടപ്പായി. ചില മീറ്റിംഗുമായി നമ്മൾ ചാർജാവും, നമ്മുടെ ക്ഷീണം മാറും. എന്നാ കാര്യം? അവർ പ്രാർത്ഥിക്കുന്ന സഭയാ. ഒരു സ്പിരിച്വൽ സപ്പോർട്ട് അതിന്റെ പുറകിലുണ്ടെങ്കിൽ പ്രസംഗം കഴിയുമ്പോൾ നമുക്ക് ഇരട്ടി ജീവന. നേരി ഒരു പറ്റിയ കൂട്ടുകാരെ കണ്ടുപിടിച്ചു. എന്നാ കൂട്ടുകാരിയെന്നറിയോ? വായിച്ചു, ബാക്കി വന്നിച്ചു. പിള്ള തുള്ളിയാ പിന്നെ തള്ളയുടെ അവസ്ഥ തന്നെ. അല്ലത് ഒറിജിനലായിട്ട് ചിന്തിക്കുക. പ്രൈസലോ. അപ്പൊ വന്നിച്ചു എന്ന് പറഞ്ഞാൽ എന്നാ വന്നിച്ചു? നമ്മുടെ ഭാഷയിൽ പറ, എങ്ങനെ വന്നിച്ചു? വാതിക്കൽ നിന്നിട്ട് പ്രൈസലോ എന്ന് പറഞ്ഞു. ആര്? നേരി. അപ്പൊ അകത്തുനിന്ന് എന്തുവാ? അന്യഭാഷയാ വരുന്നത്. അങ്ങനെയുള്ള കൂട്ടുകാർ വേണം, അങ്ങനെയുള്ള കൂട്ടുകാർ വേണം. അല്ലാതെ ചുമ്മാ ബാലരമയിലെ കഥയും മനോരമയിലെ ഇടിയും പറയാനല്ല ഭർത്താവ് കൂടുന്നത്. ദൈവ കൃപ ഷെയർ ചെയ്യുന്ന കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത്. ഞാനിങ്ങനെ ഭാവന കാണുക, ബന്ധപ്പെട്ട് മലനാട്ടിൽ ഹൈറേഞ്ച് റൂട്ടിലേക്കാണ് എലിസബത്ത് താമസിക്കുന്നത്. ബന്ധപ്പെട്ട് മലനാട്ടിൽ നേരി പോയി. സൗകര്യമാർക്കറിയാം, ഞാൻ വിവരിക്കണ്ട. യാത്രയ്ക്ക് പറ്റിയ സമയമാണോ? അല്ല. ഹൈറേഞ്ച് യാത്രയാണേലോ ഇരട്ടി കഷ്ടപ്പാട്. പക്ഷേ ചെന്നപ്പോ ക്ഷീണമാണ്. ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഒരു ദൈവകൃപയുള്ള ഫെലോഷിപ്പ് നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നീ ഭാഗ്യവതിയാ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ നമുക്ക് കിട്ടുന്നെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെട്ടാലും നഷ്ടം വരികയില്ല. അവിടെ ചെന്ന് യാത്രാക്ഷീണമൊക്കെ ഉണ്ട്. ആ ഗേറ്റ് പിടിച്ചോണ്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്പാർക്ക് ചെയ്തു, തീ കത്തി. ആ അമ്മയുടെ അകത്ത് ചലനം ഉണ്ടായി. അമ്മ ആത്മാവിൽ നിറഞ്ഞു. വായിച്ചു ബാക്കി. ഈ ഒച്ച വരുന്നത് എപ്പോഴാ? അല്ലാതെ വെറുതെ അല്ലെ പിന്നെ ദേഷ്യം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് സഹോദരിമാരൊന്നും അങ്ങനെ ഒച്ച എടുക്കുകയില്ല. ഈ ഒച്ച വരുന്നത് ആത്മനിറവില. ഹല്ലേലൂയ. ഞങ്ങൾ മൈക്ക് സാങ്ഷൻ എടുക്കാൻ ചെന്നപ്പോ SI ചോദിച്ചു, നിങ്ങളല്ലേ ഈ ഒച്ച വെക്കുന്ന കൂട്ടർ? നിങ്ങളല്ലേ ഈ ഒച്ച വെക്കുന്ന കൂട്ടർ? അപ്പൊ എന്റെ കൂടെ ഒരു ഇച്ചിരി തമാശ ഒക്കെ പറയുന്ന പുള്ളി പോലീസിലായിരുന്നു. പുള്ളി പ്രോഗ്രാം ഷീറ്റ് എടുത്ത് കാണിച്ചു. സാറേ, ഇതിനകത്ത് ഒച്ച വെക്കാതെ ഒരു പ്രോഗ്രാം ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ഒച്ച വെക്കാതെ ഒരു പ്രോഗ്രാം ഇല്ല. പക്ഷെ ഒച്ചയില്ലാതെ ഈ കൂട്ടർക്ക് ഇത് മുമ്പോട്ട് പോവുകയല്ല. പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന ഇച്ചിരി കഴിയുമ്പോ പിടിവിട്ടു പോവുക. നിനക്ക് ഈ ഒച്ചയൊന്നും ഇല്ലായിരുന്നു. നിനക്ക് ഈ ഒച്ച തന്നത് നിന്റെ മേൽ പകർന്ന ദൈവകൃപയാ. ഓ ജീസസ്, ഹല്ലേലൂയ. എലിസബത്ത് ഒച്ചത്തെ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ ഈ മറ്റൊരാളെ അനുഗ്രഹിക്കണമെങ്കിൽ അതിനൊരു അഭിഷേകം. അത് സ്വന്തത്തിൽപ്പെട്ടവരാണ്. കുശുമ്പിന്റെ കളിയായി. ഞാൻ ഉള്ള കാര്യമായി പറഞ്ഞു. നമ്മുടെ സ്വന്തത്തിൽ ഒരാൾ പെട്ടെന്ന് ഉയരുന്ന കണ്ടാൽ കാണുമ്പം ഗ്ലോറി എന്നൊക്കെ പറയുമെങ്കിൽ ഉള്ളിൽ എന്തോ കാണും. മേരിക്ക് കിട്ടാൻ പോണ പൊസിഷൻ എന്തുവാ? കർത്താവിന്റെ അമ്മ. എലിസബത്തിന് കുശുമ്പില്ല. നീ ജൂനിയർ ആടി താഴെ ഇരിക്കുന്നല്ല പറഞ്ഞത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ വീട്ടിൽ വരാനുള്ള പദവി. ഈ വേറൊരാളുടെ കൃപയെ അഭിനന്ദിക്കണമെങ്കിൽ നിനക്ക് കൃപ വേണം. വേറൊരാളുടെ മേൽ പകർന്ന അഭിഷേകത്തെ ബഹുമാനിക്കണമെങ്കിൽ നിനക്കൊരു കൃപ വേണം. ഈ കഷ്ടപ്പെട്ട് ഈ ഹൈറേഞ്ചിൽ പോയത് വേരി നിനക്ക് ലാഭമായി പോയി. നീ അവിടെ തന്നെ എരിശിലേമിൽ തന്നെ ചുറ്റി കൂടിയ കമ്മിറ്റി കളിച്ച് വെറുതെ നശിക്കരുത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അധികം ആളൊന്നും വേണ്ട, നീ കൃപയുള്ള 2 പേര് മതി. അവിടെ നിന്റെ ജീവിതം ചെലവഴിക്കുക. നശിച്ചു പോകരുത്, ഒടുവിൽ നിരാശപ്പെട്ടു പോകരുത്. ദൈവകൃപ. അവളൊരു നല്ല ഫെലോഷിപ്പ് കണ്ടെത്തി. അവരും 2 പേരെ ഉള്ളെങ്കിലും അകത്തെ കുഞ്ഞു ഉൾപ്പെടെ 3 പേര് ഇപ്പൊ ആത്മാവിൽ അങ്ങ് ഭയങ്കര പ്രവചനവും വ്യാഖ്യാനവും ദൂതും വെളിപ്പാടും. എന്തിനാ ഒരുപാട് ആളെന്തിനാ? പെന്തക്കോസ്തിന്റെ തനി നിറം എന്ന് പറഞ്ഞാൽ എന്തോ? വെളിപ്പാട്, വ്യാഖ്യാനം, പരിശുദ്ധാത്മാവ്, അന്യഭാഷ, കൃപ, ഭൂതശാന്തി, പ്രവചനം. ഇതല്ലേ പെന്തക്കോസ്ത്? അതില്ലെങ്കിൽ എന്ത് പെന്തക്കോസ്താ? ആമേൻ, ആമേൻ. നമുക്ക് സമയം തീരുന്നു, ഞാൻ വേഗം പോകട്ടെ. ഹല്ലേലൂയ. 7ാമത്തെ കാര്യം, വാക്യം 45 വായിച്ചേരെ. ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നതിന് താഴെ. കർത്താവ് തന്നോട് അരുളിച്ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആമേൻ. അവളെ പറ്റി എലിസബത്ത് പറയുന്നത്, നിന്റെ പ്രത്യേകത നീ വിശ്വസിച്ച ഒരു വിശ്വാസിയാണ്. ഇന്ന് വിശ്വാസികൾ ഒരുപാടുണ്ടെങ്കിലും വിശ്വാസം തീരെ കുറവാണ്. ഇവളെ സംബന്ധിച്ചിടത്തോളം അവൾ വിശ്വാസമുള്ള വിശ്വാസിയാണ്. എലിസബത്ത് പറയുക, എന്റെ മോളെ നീ ഭാഗ്യവതിയാണ്. എന്താ കാര്യം? നീ വിശ്വസിച്ചു. പുള്ളിക്കാരത്തി അത് പറയുന്നതിനകത്ത് പറയാത്തൊരു കാര്യമുണ്ട്. അതെന്നാന്ന് ഇതിനകത്തെന്ന് ഞാൻ പറയാം. ഇവിടെ ഒരുത്തൻ തേണ്ട വിശ്വാസം ഇല്ലാതെ കിടപ്പുണ്ട്. മാസം കുറയായി, ആംഗ്യം കാണിക്കുക. ചായ വിത്തൗട്ട്. പിടി കിട്ടിയോ? സ്വന്തം എന്റെ മോളെ നീ ഭാഗ്യവതിയാ. ഞങ്ങളുടെ അച്ചായന് തിയോളജി മുഴുവൻ അറിയാം, പക്ഷെ വിശ്വാസം 10-60 കൊല്ലായിട്ട് ശുശ്രൂഷയിലാന്നേ. പക്ഷെ വെറുതെ ഇത് എടുത്തു പിടിച്ചോട് ദൈവനാമം മഹത്വപ്പെടും ഇതൊക്കെ പറയുന്നില്ല. അത് വിശ്വാസം. നിനക്ക് സൺഡേ സ്കൂളിൽ പോലും പോയിട്ടില്ലല്ലോ, നീ ഭാഗ്യവതിയാടി. ദൈവം പറഞ്ഞത് നീ പൊട്ടിയെ പോലെ വിശ്വസിച്ചല്ലോ. വിശ്വസിച്ചില്ലെങ്കിൽ നീ ഇപ്പൊ ഈ ഹൈറേഞ്ച് വരുവോ? നീ വന്നത് തന്നെ നിന്റെ വിശ്വാസത്തിന്റെ തെളിവല്ലേ? നീ ഭാഗ്യമുള്ളവളാ. സഹോദരിമാരെ, എന്തെങ്കിലും നമുക്കൊരു ഭാഗ്യമുണ്ടെങ്കിൽ ഈ പുസ്തകം വിശ്വസിച്ചതാ നിന്റെ ഭാഗ്യം. നിന്നെ വ്യത്യസ്തയാക്കിയത് എന്താണെന്നറിയാമോ? നീ കേട്ട ദൂത് വിശ്വസിച്ചു. ഇന്ന് നീ അനുഭവിക്കുന്ന മുഴുവൻ നന്മയുടെ രഹസ്യം, നീ കേട്ട പ്രവചനം നീ വിശ്വസിച്ചു. നീ കേട്ട വചനം നീ വിശ്വസിച്ചു. വേറെ ഒന്നും നിനക്കില്ല. വിശ്വസിച്ചവൾ ഭാഗ്യവതി. 8ാമത്തെ കാര്യം, 2:19. അവളോട് ബന്ധപ്പെട്ടും അവളുടെ തലമുറയോട് ബന്ധപ്പെട്ടും കേട്ട ദൂത് മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഈ കേട്ട ദൂത് അന്നേരം ഏറ്റെടുത്ത് ഗ്ലോറി പറഞ്ഞാൽ മാത്രം പോരാ, അത് കളക്ട് ചെയ്യുകയും ചെയ്യണം, ധ്യാനിക്കുകയും ചെയ്യണം. എന്തിനാണെന്നറിയാവോ? പറയാം. ശിമയോൻ പറഞ്ഞ ദൂത് എടുത്താട്ട് 2-ാം അധ്യായം 34 മുതൽ വായിച്ചിട്ട്. അതെല്ലാം അവൾ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൂതുകളെ കളക്ട് ചെയ്യണം, ധ്യാനിക്കണം. ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ നിറവേറുകയില്ല. നിന്റെ ആയുസിന്റെ നാളുകളിൽ ഇത് നിറവേറും. കുറെ വർഷം കഴിയുമ്പോൾ ദൈവം നിന്നോട് ഇന്ന് പറഞ്ഞ ദൂത് ഓർപ്പിക്കും. ജീവിതത്തിന്റെ കഷ്ടകാലം വരുമ്പോൾ ഈ ദൂത് പൊങ്ങി വരും. നിന്റെ പ്രാണനിലൂടെ വാൾ കടക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഗ്രീക്ക് പഠിച്ചാൽ മനസ്സിലാകുകയില്ല, ഡിക്ഷണറി നോക്കിയാൽ മനസ്സിലാകുകയില്ല, അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. കുറെ വർഷം കഴിഞ്ഞ് മൂത്ത മകൻ നല്ല യൗവനത്തിൽ അർത്ഥനഗ്നനായി കുരിശേ കിടന്ന് പിളയുമ്പോൾ എന്റെ ദൈവമേ എന്ന്
ഉറക്ക കരയുമ്പോ ഈ തള്ള, നാടൻ ഭാഷ പറയുക, ഈ അമ്മ താഴെ നിന്നത് കാണുക. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, മേരി ബോധം കെട്ട് വീഴാഞ്ഞത് എന്തുകൊണ്ട്? ഈ വാക്യം അവളുടെ അകത്ത് കത്തി. ഈ വാക്യം അവളുടെ അകത്ത് കത്തി. എന്റെ കൊച്ചിനെ കുറിച്ചുള്ള പ്രവചനം നിറവേറുകയാണ്. ഒരമ്മയെ സംബന്ധിച്ച് മക്കളെ കുറിച്ചുള്ള ദൈവദൂത് നിറവേറുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ ഉള്ളത്? നിന്റെ തലമുറയെ കുറിച്ച് ദൈവം പറഞ്ഞ ദൂതുകൾ നിറവേറുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഞാൻ ഒരു ദൂത് പറയാം. ദൈവം നിന്നെ കുറിച്ചോ നിന്റെ മക്കളെ കുറിച്ചോ പറഞ്ഞ ദൂതിൽ ഏതെങ്കിലും നടക്കാനുണ്ടെങ്കിൽ വിഷമിക്കരുത്. അത് മുറുകെ പിടിച്ച് ധ്യാനിച്ചോ. ഈ ദിനങ്ങളിൽ ഒന്ന് അത് നിറവേറുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഈ ദിനങ്ങളിൽ ഒന്നിൽ അത് നിറവേറുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. യേശു നമുക്ക് രക്ഷകനാ, മേരിക്ക് മകനാ. മകൻ പിടയുന്ന കണ്ടാൽ ഒരമ്മയും സഹിക്കുകയില്ല, ബോധം കിട്ടുപോകും. പക്ഷെ പിടിച്ചതിന്റെ കാരണം പ്രവചനം തീർന്നിട്ടില്ല. പ്രവചനം കുരിശുകൊണ്ട് തീരുന്നില്ല. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും. അവളുടെ അകത്ത് കത്തി. ഈ ഇരുമ്പാടി കൊണ്ട് ഈ കഥ തീരുകയില്ല. ഈ മുൾക്കിരീടം കൊണ്ട് ഈ ദൂത് അവസാനിക്കുകയില്ല. ഈ മുൾക്കിരീടം ഇരിക്കുന്ന തലയിൽ പൊൻകിരീടം ഇരിക്കുന്ന ഒരു ദിവസം അവൾ കണ്ടുകൊണ്ട് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു കുരിശിന്റെ കാലം, കുന്തം ചങ്കിൽ കയറുന്ന കാലം, കഠിന വേദനയുടെ കാലം ജീവിതത്തിൽ വരും. വിഷമിച്ച് പോകരുത്. ഈ തുപ്പലേറ്റ മുഖം നാളെ ആരാധിക്കപ്പെടുവാനുള്ളതാണ്. ഈ മുൾക്കിരീടം ചൂടിയ തല നാളെ പൊൻകിരീടം വെക്കുവാനുള്ളതാണ്. പതറിപ്പോകരുത്. നിന്റെ പ്രാണനിലൂടെ ഒരു വാൾ കടക്കുമെന്നുള്ള ദൂത് വരുമ്പോൾ ഞെട്ടരുത്. അവിടെ കൊണ്ട് ഈ കഥ തീരുകയില്ല. ഇതിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇത് അരിമത്യ യോസേഫിന്റെ കല്ലറയിൽ വെച്ച് കല്ലും വെച്ച് തീർക്കാനുള്ളതല്ല. കല്ല് ഉരുട്ടി മാറ്റിക്കൊണ്ട് ഒരു ഉയർപ്പിന്റെ ദിനം നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു. ഒരു കൊച്ചു മീറ്റിംഗ് ആണ്, ലേഡീസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. നിന്നോടുള്ള ദൈവത്തിന് ദൂത് ചിലപ്പോൾ ഇന്നായിരിക്കും നിന്നോടുള്ള ദൂത് ചിലപ്പോൾ ഇന്നായിരിക്കും ദൈവം പറയുന്നത്. വളരെ ആഴത്തിൽ കുറിച്ചുകൊള്ളുക, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. നമ്മൾ ഉദ്ദേശിച്ച സമയമായി, ഞാൻ നിർത്തുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞേക്കാം. അവൾ മക്കളെ മിഷണറിമാരാക്കി. എത്ര മക്കളെയാന്ന് പറയാമോ? എന്റെ കണക്ക് വെച്ച് 3 പേരെയെങ്കിലും വേലക്കാരാക്കി. അവിടെ വരുമ്പോൾ നമ്മൾ കുറ്റബോധം കൊണ്ട് ഇവിടെ എഴുന്നേറ്റ് പോകാൻ ഇടവരരുത്. നിങ്ങളുടെ എത്ര മക്കളെ നിങ്ങൾ മിഷണറിമാരാക്കി? അവർ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള വിഷയമല്ല. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് നല്ലതാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ മിഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. അവരുടെ ഉള്ളിൽ മിഷൻ ഉണ്ടോ? ഇതാര് കൊടുക്കണം? ഉള്ള സത്യം പറയാം, അപ്പന്മാരെ കൊണ്ട് ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. 1-2 അപ്പന്മാർ കൊടുക്കത്തെ ഭാഗ്യം ഓർത്തോണ്ടാ മതി, മഹാഭാഗ്യം ഓർത്തോണ്ടാ മതി. അമ്മമാര് കൊടുത്താലേ ഇത് നടക്കൂ. ഇനി ഉള്ള സത്യം പറയാം, അമ്മമാര് കൊടുത്താലേ ഈ പിള്ളേർ എടുക്കത്തുള്ളന്നേ. നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് കിടക്കാവുന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു കേൾക്കും. അമ്മ പറഞ്ഞ അന്നേരം കേൾക്കും. എന്റെ ചർച്ചിൽ ഒരു കൊച്ചനുണ്ട്. അവൻ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അമ്മ പറഞ്ഞ കേൾക്കത്തില്ല,
പറഞ്ഞിട്ട് കേൾക്കാതെ ഒരു അമ്മ കരയും. അമ്മ കരഞ്ഞ അന്തരെ പുള്ളി എരിച്ചിരിക്കും. കാരണം അമ്മ കരയുന്ന കാണാൻ മേല. ഇതെല്ലാ പിള്ളേരുടെ ഉണ്ട്, വെളി വരുന്നില്ലെന്നേ ഉള്ളൂ. മോശക്കുഞ്ഞിന് പാല് കൊടുത്തപ്പോൾ അമ്മ ഒരു സാധനം കൂടെ കൊടുത്തു. ആരും കേട്ടില്ല. ശമ്പളം മേടിച്ചോണ്ട് പറഞ്ഞു കൊടുത്തു, മോനെ ഈ ശമ്പളം തരുന്ന ഇവനുണ്ടല്ലോ നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ഇതിന്റെ നടുവിൽ നിന്നെ ദൈവം വിടുതലിന് വേണ്ടി എഴുന്നേൽപ്പിച്ചതാ. മിസ്രയീമിലെ സുഖങ്ങൾ കണ്ട് നീ മയങ്ങരുത്. ദൈവജനത്തിന് വേണ്ടി ദൈവം നിന്നെ ഈ തലമുറയിൽ എഴുന്നേൽപ്പിച്ചതാ. നിന്നെ ഈ പെട്ടിക്കകത്ത് വെച്ച് ഞാൻ വിട്ടപ്പോൾ ചങ്കത്ത് കൈവച്ച് വിട്ടതാ. നിന്നെ ഇതിനകത്തുനിന്ന് വലിച്ചെടുത്തത് ദൈവമാണ്. ദൈവത്തിനൊരു ഉദ്ദേശമാണ്. ഈ തലമുറയുടെ ഉള്ളിൽ മിഷൻ കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അവർ പൊക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, സയന്റിസ്റ്റ് ആയിക്കോട്ടെ, കുറെ നാള് കഴിയുമ്പോൾ അവന്റെ അകത്ത് നീ മിഷൻ പുറത്തിയാടും. അവൻ ഈ പുസ്തകം എടുക്കും, അവൻ ആയിരങ്ങളെ ദൈവകൃപയിലേക്ക് നടത്തും. അത് കണ്ടു നമ്മുടെ കണ്ടടയണം. ഓ ജീസസ്, യൂദായുടെ ലേഖനമൊക്കെ വായിക്കണം. യാക്കോബിന്റെ ലേഖനം എന്നാ ലേഖനം. യേശുവിനെ കാൽവറിയിലേക്ക് വിടുന്നതിന് ഈ അമ്മ എതിരല്ലായിരുന്നു. മാനുഷികമായിട്ട് അമ്മയ്ക്കൊരു ഇൻഫ്ലുവൻസ് ഇല്ലേ? യേശുവിനെ കാൽവറിയിലേക്ക് വിടുന്നതിന് ഈ അമ്മ എതിരല്ലായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ മക്കളെ ദൈവത്തിന് സമർപ്പിച്ചേ, കണ്ണൊന്നടച്ചേ. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ പേർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞില്ലാതെ എത്ര പേരുണ്ട്, എത്ര രൂപ മുടക്കാൻ തയ്യാറാ, പക്ഷെ ഒരു കുഞ്ഞില്ല. ദൈവം നിനക്ക് തന്നില്ലേ? 1, 2, 3 തന്നില്ലേ? കർത്താവേ, നിന്റെ വേലയ്ക്ക് അവനെ ഞാൻ സമർപ്പിക്കുന്നു. അവന്റെ ഉള്ളിൽ നിന്റെ വേലയുടെ തീ ഇടണമേ കർത്താവേ. ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും വാതുറന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ, വായ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ജീസസ്, ഓ ജീസസ്, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ നല്ല അമ്മമാര് നമുക്കുണ്ടായിരുന്നു. എത്രയോ നല്ല അമ്മമാരുടെ കണ്ണുനീരാണ് ഇന്ന് ഈ കാണുന്ന ദൈവദാസന്മാരെല്ലാം. മേരി അവളുടെ മക്കളെ മിഷണറിമാരാക്കി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈ വാത്സല്യ സഹോദരിമാർക്കായി സ്തോത്രം. വളരെ സമർപ്പണത്തോടെ, വളരെ കണ്ണുനീരോടെ ഈ കൂട്ടായ്മയെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാന്യ സഹോദരിമാരെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മ അനുഗ്രഹിച്ചു വർദ്ധിക്കട്ടെ. ഇത് ലോകം മുഴുവൻ ഇതിന്റെ സുഗന്ധം പരക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ത്രീ പൊട്ടിച്ച തൈലത്തിന്റെ സുഗന്ധം കൊണ്ട് വീട് നിറഞ്ഞതുപോലെ ഈ പാവപ്പെട്ടവരുടെ ശുശ്രൂഷയുടെ സുഗന്ധം ഭൂലോകം നിറയട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തണമേ കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെങ്കിലും അവരുടെ ഹൃദയത്തിനകത്ത് ഒരു മിഷൻ, ഒരു തീ ദൈവം കത്തിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.